റൈഫിൾ ക്ലബ്ബ് ആക്ച്വലി ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കാണുന്നത്. സിനിമ കഴിഞ്ഞ വ്യാഴാഴ്ച എന്തുവാണ് റിലീസായത്. എന്നിട്ട് ഇന്നാണ് കാണുന്നത്. ഇന്നലെയാണ് കാണുന്നത്. സംഭവം എന്നും കാണാൻ പോകുന്ന തിയേറ്ററിൽ സിനിമ റിലീസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അടുത്തെങ്ങും ഇല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ബിസിയായി. മാർക്കോ വന്നു, അത് കഴിഞ്ഞിട്ട് കുറച്ച് ബിസിയായിരുന്നു. ഇപ്പം ഇന്നലെയാണ് ഈ ഒരു സിനിമ കാണാനായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുന്നത്. ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് എനിക്കുണ്ടായിരുന്നു. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയാണ് ഇത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂറുള്ള സിനിമ വളരെ വളരെ ഭയങ്കര 2 മണിക്കൂറിൽ ടൈറ്റായിട്ട് നമ്മളെ കൊണ്ടുവന്നൊരു സിനിമ. അതായത് നമുക്ക് ഒരു സെക്കൻഡ് പോലും വേറെ ഒന്ന് ശ്രദ്ധിക്കാനുള്ള ടൈം തരുന്നില്ല സിനിമയിൽ. അത്രയ്ക്ക് എൻഗേജിങ് ആയിട്ടാണ് സിനിമയുടെ തുടക്കം തൊട്ട് ഒടുക്കം വരെ കൊണ്ടുപോകുന്നത്. ഓരോ പോർഷൻസും അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. ഫസ്റ്റ് ആക്റ്റും സെക്കൻഡ് ആക്റ്റും തേർഡ് ആക്റ്റും എല്ലാം അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. എവിടെയും നമ്മളൊന്ന് ലാഗ് ചെയ്യിപ്പില്ല. കാരണം സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നു, അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഗ്യാങ്ങിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അങ്ങനെ പോകുന്നു. നല്ല രസമാണ്. വയനാട്ടിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. വയനാട്ടിലെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബിൽ നടക്കുന്ന സ്റ്റോറിയാണ്. ഒരു 2 ദിവസത്തെ സ്റ്റോറി എന്തോ ഉള്ളൂ, പക്ഷേ ഭയങ്കര രസമാണ് ഇത് കാണിച്ചു പോയേക്കുന്നത്. അപ്പം ഇതിൻ്റെ കാസ്റ്റ് ഭയങ്കര രസമാണ് കേട്ടോ. ഈ റൈഫിൾ ക്ലബിൻ്റെ ഒരു ഗ്യാങ്ങുള്ള അവർ ഭയങ്കര രസമാണ്. ഇപ്പം വിജയരാഘവൻ, സുരേഷ് കൃഷ്ണ, അതേപോലെ തന്നെ ദിലീഷ് പോത്തൻ, സുരഭി ലക്ഷ്മി, ആ ഒരു ടീം, ദർശനയൊക്കെ ഉണ്ട്. അപ്പം അവർ ഭയങ്കര ഫണ്ണി ടീമാണ് അവരിപ്പം. ഈവൻ വെടിവെപ്പാണെങ്കിൽ തന്നെ അവർ ഭയങ്കര വെടിയൊക്കെ നമ്മൾ ഒരുപാട് കൺട്രോളാകാൻ നിൽക്കുന്ന ഒരു ടീം, എന്തിനേയും കൂളായിട്ട് നേരിടാൻ നിൽക്കുന്ന ടീം. അവിടെയൊക്കെ മംഗലാപുരത്ത് നിന്നൊരു ടീം ഒന്ന് അറിയാണ്ട് കയറി കൊടുക്കുന്നു. ഇവന്മാർ തോക്കും പിടിച്ച് അവിടെ ചെന്ന് കയറി കൊടുക്കുന്നു. പിന്നെ അവിടെ നടക്കുന്നതാണ് ഈ ഒരു സിനിമയിൽ. പിന്നെ വെടിയോട് വെടിയാണ്. വെടിന്നൊക്കെ ചറവറ വെടിവെപ്പ്. നമ്മൾ മാർക്കോയിൽ കണ്ട സാധനമൊന്നുമല്ല ഇത് വേറൊരു രീതിയിൽ നമ്മൾ പണ്ടത്തെ ഈ ഒരു വെസ്റ്റേൺ കൗബോയ് സാധനങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു രീതിയിലാണ് ഈ സിനിമ ചെയ്തു വെച്ചിട്ടുള്ളത്. അങ്ങനെ പോകുന്ന ഒരു സാധനം. അതിനിടയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും എൻഗേജിങ് ആയിട്ടുള്ള കുറേ സാധനങ്ങളും, നമുക്ക് ഈ അഡ്രിനാലിൻ റഷ് എന്നൊക്കെ പറയില്ലേ, ആ സാധനം ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് ഉണ്ടാകും. കറക്റ്റ് 1 മണിക്കൂറാകുമ്പോൾ സിനിമ ഇൻ്റർവെൽ വരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് സിനിമ തീർന്നല്ലോ എന്നൊരു ഫീലാവും നമുക്ക്. കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിരുന്ന് കണ്ടായിരുന്നേ, ഒരു അരമണിക്കൂറും കൂടെ വെച്ചിരുന്നാലും നമ്മൾ സിനിമ കണ്ടായിരുന്നേ എന്നുള്ളൊരു ഇത് നമുക്ക് വരും. അത്ര എൻഗേജിങ് ആയിട്ടാണ് സിനിമയെ കൊണ്ടുപോയിട്ടുള്ളത്. ആഷിഖ് കപൂറിൻ്റെ ആ ഒരു ഡയറക്ഷൻ, പിന്നെ ജെയ്ക്സ് ബിജോ അല്ല ക്രിസ്റ്റോ സേവിയറിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, പാട്ടുകൾ എല്ലാം ഭയങ്കര രസമാണ്. പിന്നെ അവരുടെ എല്ലാം ഒരു ആറ്റിറ്റ്യൂഡ്, അതായത് ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ ഓറ ഉണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ഓരോ ക്യാരക്ടേഴ്സും ഭയങ്കര ഡിഫറെൻറ്റ് രീതിയിലാണ് ഇത് കാണുന്നത്. പിന്നെ പക്ഷെ എല്ലാവർക്കും ഒരേ വൈബ്. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണും ക്ലബിനകത്ത്. പക്ഷെ ക്ലബിലൊരുത്തം വന്നു കഴിഞ്ഞാൽ ഇവർ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് വരുന്നവനെ അടിക്കുക എന്നുള്ള രീതിയാണ്. അതിപ്പം എത്ര വലിയവനും വന്നോട്ടെ നമ്മൾ അടിച്ചിട്ടേ തീരുള്ളൂ. അടിച്ച് ഒന്നെങ്കിൽ നമ്മളല്ല അവന്മാരെ ആ ഒരു ഗെറ്റപ്പിൽ നിൽക്കുന്ന ഒരു ടീം. അത് ഭയങ്കര രസകരമായിട്ടാണ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹണ്ടിങ് പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട്. സത്യത്തിൽ ഈ ഒരു സിനിമ ഫുൾ എൻഗേജിങ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. നമുക്ക് എവിടെയും ബോറടിപ്പിക്കില്ല. എനിക്ക് തോന്നുന്നത് ഇത് ഒരു സോളോ റിലീസായിട്ടൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് കുറച്ചും കൂടി ഒരു മൈലേജ് കിട്ടിയാണ്. കാരണം സിനിമ റിലീസാകുന്നത് മാർക്കോയുടെയും പിന്നെ ബറൂസ്, എക്സ്ട്രാ ഡീസൻ്റ് കുറേ സിനിമകൾക്കിടയിൽ റിലീസായതുകൊണ്ട് ഇപ്പം ആളുകൾ തന്നെ ഇപ്പോൾ ഏത് സിനിമ കാണുന്നൊരു കൺഫ്യൂഷനായി പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട് ഇപ്പം. അതുകൊണ്ടാണ് ഈ ഒരു സിനിമ ഈ പറയുന്ന പോലെ എല്ലാ തിയേറ്ററുകളും കിട്ടാത്തത്. അല്ലെങ്കിൽ കുറച്ചും കൂടെ തിയേറ്റർ കിട്ടിയാൽ കുറച്ചും കൂടി ഒരു നല്ല മൈലേജ് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കിടിലൻ സിനിമ, ഒരു ഫുൾ എൻ്റർടൈൻമെൻറ്റ് സിനിമ. മിസ് ചെയ്ത് തിയേറ്ററിൽ തന്നെ പോയി കാണാം. തിയേറ്റർ വാച്ച് ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കങ്ങനെയാണ് പേഴ്സണലി ഫീൽ ചെയ്തത്. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ഒപ്പീനിയൻസ് പറയാം. ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഞാൻ റിവ്യൂ ഇട്ടത്. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ഗൈസ്.